പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ഫസ്റ്റ് സെമസ്റ്റർ BA എക്കണോമിക്സ് ഓണേഴ്സ് വിദ്യാർത്ഥികളുടെ മേജർ വിഷയമാണ്. അതിലെ മൊഡ്യൂൾ 2ന്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ മൊഡ്യൂൾ 3 ആണ് പറയുന്നത്. മൊഡ്യൂൾ 3 സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സസ്. വാട്ട് ഈസ് സ്കേഴ്സിറ്റി? സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് എക്കണോമിക്സിലെ ഒരു ഫണ്ടമെന്റൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് അറൈസസ് ബിക്കോസ് റിസോഴ്സ് ആർ ലിമിറ്റഡ്. റിസോഴ്സ് ലിമിറ്റഡ് ആണ്. വൈ ഹ്യൂമൻ വാണ്ട്സ് ആർ വെർച്വലി അൺലിമിറ്റഡ്. ഹ്യൂമന്റെ വാണ്ട്സ് എന്താണ്? Unlimited. This mismatch forces individual and business and government to make a decision about how to allocate their finite resource to meet most pressing needs and desires. ഈ മിസ്മാച്ച് ആണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സ് ആണ്, നമുക്ക് താല്പര്യങ്ങളും അൺലിമിറ്റഡ് ആണ്, പക്ഷെ റിസോഴ്സ് എന്താണ്? ലിമിറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു മിസ്മാച്ചിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡിവിജ്വലും ബിസിനസ്സും ഗവൺമെന്റും ഡിസിഷൻ എടുക്കുന്നത്. എങ്ങനെയാണ് റിസോഴ്സ്, അവരുടെ കയ്യിലുള്ള ഫിനിറ്റ് റിസോഴ്സ് അവരുടെ ആവശ്യമുള്ള നീഡ്സും ഡിസൈർസും മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ചോയ്സ്. ബിക്കോസ് ഓഫ് സ്കേഴ്സിറ്റി ഇൻഡിവിജ്വൽ ഫേം ആൻഡ് ഗവൺമെന്റ് മസ്റ്റ് മേക്ക് ചോയ്സ് അബൌട്ട് ഹൗ ടു അലോക്കേറ്റ് ദെയർ ലിമിറ്റഡ് റിസോഴ്സ്. ഇൻഡിവിജ്വൽ, ഫേം, ഗവൺമെന്റ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മേക്ക് ചോയ്സസ്, ഡിഫറെന്റ് ചോയ്സസ് ഉണ്ടാകും. എന്തുകൊണ്ടായിരിക്കും? കാരണം ബിക്കോസ് സ്കേഴ്സിറ്റി. എങ്ങനെയാണ് റിസോഴ്സ്, ലിമിറ്റഡ് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ? ചോയ്സസ് ഇൻവോൾവ് സെലക്ടിങ് വൺ ഓപ്ഷൻ ഓവർ അനദർ. ചോയ്സസ് എന്ന് പറയുന്നത് ഒന്നിന് മുകളിൽ മറ്റൊന്ന് എടുക്കാം. നമ്മളെ മുന്നിൽ രണ്ട് സാധനം വാങ്ങണ്ട, അതിൽ നമുക്ക് നമ്മളെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിന് പകരം നമ്മൾ മറ്റൊന്ന് എടുക്കാം. കൺസിഡറിംഗ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് നോട്ട് ചൂസിങ് ദ ആൾട്ടർനേറ്റീവ്. എവറി ചോയ്സ് ഇൻവോൾവ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ കോമ്പീറ്റിംഗ് ഒപ്പീനിയൻ. എല്ലാ ചോയ്സിനും എന്തുണ്ട്? ഒരു ട്രേഡ് ഓഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നെടുത്താൽ മറ്റൊന്ന് നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ദാറ്റ് ഇസ് എ സിറ്റുവേഷൻ വേർ ഇൻഡിവിജ്വൽ കാപ്പബിൾ ഓഫ് വർക്കിംഗ് കനോട്ട് ഫൈൻഡ് ജോബ്. ആളുകൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, അവർക്ക് എന്തല്ല ജോലി ലഭിക്കുന്നില്ല. അതിനെന്ത് പറയാം? അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. എക്കണോമിക് ഗ്രോത്ത് ഈസ് ദ ഇൻക്രീസ് ഇൻ കൺട്രീസ് ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓവർ ടൈം, ടിപ്പിക്കലി മെഷേർഡ് GDP എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ ഔട്ട്പുട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് വർദ്ധിക്കുന്നതിന് എന്ത് പറയാം? എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാം. അതിന് ഫാക്ടേഴ്സ് എന്ന് പറയാം, അതിന്റെ ഇംപ്രൂവ്ഡ് ടെക്നോളജി, ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ. ഇന്റർനാഷണൽ ട്രേഡ് നമുക്കറിയാം. It is a exchange of goods and service and capital across national borders of territory. ഒരു രാജ്യത്തിന്റെ പുറത്തേക്ക് ഗുഡ്സ് ആൻഡ് സർവീസും ക്യാപിറ്റലും മൂവ്മെന്റ് ചെയ്യുന്നതിന് എന്താ പറയാ? ഇന്റർനാഷണൽ ട്രേഡ് എന്നാണ്. ട്രേഡ് റിലേഷൻ ബിറ്റ്വീൻ 2 or more countries. ഓക്കെ. ഇതെന്ത് ചെയ്യും? പല രാജ്യങ്ങളെയും ചില ഗുഡ്സുകൾ സ്പെഷ്യലൈസ് ചെയ്യാം, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ട്രേഡ് ഉണ്ടാവും. അവർക്ക് ആവശ്യമുള്ളതിന് അപ്പുറം പ്രൊഡ്യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. ഇനി ലിമിറ്റ് ആൻഡ് ആൾട്ടർനേറ്റീവ്. ലിമിറ്റ് ഇൻ എക്കണോമിക്സ് റെഫേഴ്സ് ടു the constraint or boundaries that restrict how the resource can be allocated or used. ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിന്റ് ആണ്, ഒരു തടസ്സമാണ്, ഒരു ബൗണ്ടറി ആണ്. അത് എന്ത് ചെയ്യാണ്? അത് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുക, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ദിസ് ലിമിറ്റ് അറൈസസ് ഫ്രം ദ ഫിനിറ്റ് നേച്ചർ ഓഫ് റിസോഴ്സ് സച്ച് ആസ് ടൈം, മണി, ലേബർ ആൻഡ് റോ മെറ്റീരിയൽ. ഇതിന് പ്രധാന കാര്യം ലിമിറ്റിന് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഫിനിറ്റ് നേച്ചർ റിസോഴ്സ് ആണ്, വിച്ച് ആർ ഇൻഎഫിഷ്യന്റ് ടു മീറ്റ് ആൾ ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് നീഡ്സ്. എല്ലാ ഹ്യൂമന്റെ വാണ്ട്സും നീഡ്സും മീറ്റ് ചെയ്യാനുള്ള റിസോഴ്സ് അവൈലബിൾ ഇല്ല. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് അതിനൊരു ബൗണ്ടറി ഉണ്ട്, അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിനെന്ത് പറയാം? ലിമിറ്റ് എന്ന് പറയാം. ഇനി അൾട്ടർനേറ്റീവ് റെഫേഴ്സ് ടു ദ ഡിഫറെന്റ് ചോയ്സസ് ഓർ കോഴ്സസ് ഓഫ് ആക്ഷൻ അവൈലബിൾ വെൻ മേക്കിംഗ് ഡിസിഷൻ ഇൻ ഫേസ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സ്. ആളുകളുടെ കയ്യിലുള്ള റിസോഴ്സ് ലിമിറ്റ് ആണ്. അപ്പൊ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഡിഫറെന്റ് ആക്ഷനുകൾ ഉണ്ടാവും. ഓക്കെ, ഡിഫറെന്റ് ചോയ്സ് ഉണ്ടാവും. അതിനെ എന്ത് പറയാം? അൾട്ടർനേറ്റീവ് ആണ്. ഇൻ എക്കണോമിക്സ് ദിസ് അൾട്ടർനേറ്റീവ് ആർ ഇവാലുവേറ്റഡ് ടു ഡിറ്റർമിൻ വിച്ച് ഓപ്ഷൻ പ്രൊവൈഡ് ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് ഓർ യൂട്ടിലിറ്റി. നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് അൾട്ടർനേറ്റീവ് ഉണ്ട്. അതിൽ ഏതാണ് ബെസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. മാർജിനൽ ബെനിഫിറ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റിന് എന്ത് പറയാം? മാർജിനൽ ബെനിഫിറ്റ് എന്ന് പറയും. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് ഒരു വൺ മോർ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റിനെ എന്ത് പറയാ? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ എക്കണോമൈസിംഗ് പ്രോബ്ലം, സൊസൈറ്റീസ് എക്കണോമൈസിംഗ് പ്രോബ്ലം. ഇൻഡിവിജ്വൽ എക്കണോമൈസിംഗ് പ്രോബ്ലം അറൈസസ് ഡ്യൂ ടു ലിമിറ്റഡ് ഇൻകം ആൻഡ് അൺലിമിറ്റഡ് വാണ്ട്സ് റിക്വയറിംഗ് പ്രിയോറിറ്റി. ഇൻഡിവിജ്വലിന്റെ ഇതിനാണ് അത് വരുന്നത്. അതെന്ന് പറയുന്നത് നമ്മളെ മുന്നിൽ ഫേസ് ചെയ്യുന്ന ലിമിറ്റഡ് ഇൻകം അൺലിമിറ്റഡ് വാണ്ട്സിന്റെയും അടിസ്ഥാനത്തിലാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ഇത് അറൈസ് ചെയ്ത് വരുന്നത്. സൊസൈറ്റി എക്കണോമിക്സിംഗ് പ്രോബ്ലം കൺസേൺ അലോക്കേറ്റിംഗ് സ്കേഴ്സ് റിസോഴ്സ് ആൻഡ് കോമ്പീറ്റിംഗ് സൊസൈറ്റൽ നീഡ്സ് ലൈക്ക് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ഇതുപോലുള്ള പല ഇതിലേക്ക് എങ്ങനെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യും, സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യും എന്നുള്ള ഇതിന്റെ അടുത്ത്. ഇനി അടുത്ത് ബഡ്ജറ്റ് ലൈൻ ഷോസ് ആൾ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ അഫോർഡ് ഗിവൺ ദെയർ ഇൻകം ആൻഡ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ്സിന്റെ രണ്ട് ഗുഡ്സിന്റെ
പ്രൈസിന്റെയും ആളുകളുടെ ഇൻകത്തിന്റെ ഒരു ഹ്യൂമന്റെ കൺസ്യൂമറിന്റെ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങാൻ കഴിയുന്ന രണ്ട് ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷനുകൾ കൂടിച്ചേർന്നതാണ് ബഡ്ജറ്റ് ലൈൻ. നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതേപോലെ ആയിരിക്കും ബഡ്ജറ്റ് ലൈൻ ഉണ്ടാവുക. ഓക്കെ, ദിസ് ഇസ് എ കോമ്പിനേഷൻ, ദിസ് ഇസ് എ അനദർ കോമ്പിനേഷൻ. ഇങ്ങനെ കുറെ കോമ്പിനേഷനുകൾ കൂടി ചേർന്നതാണ് ഇത് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പർപ്പസ്ഫുൾ ബിഹേവിയർ. പർപ്പസ്ഫുൾ ബിഹേവിയർ refers to individual making decision to maximize utility and firms aiming to maximize profit given their limited resources. ഓരോരുത്തർ ഹ്യൂമന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അവരുടെ മെയിൻ പർപ്പസ് ഇത് അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക, ഫേമിന് മാക്സിമൈസ് പ്രോഫിറ്റ്. അതിനാണ് പർപ്പസ്ഫുൾ ബിഹേവിയർ. ആളുകൾ അവരുടെ പർപ്പസിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളോട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അടുത്ത മാർജിനൽ അനാലിസിസ്. മാർജിനൽ അനാലിസിസ് ഇൻവോൾവ്സ് കമ്പയറിംഗ് അഡീഷണൽ ബെനിഫിറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് എ ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിലുണ്ടാവുന്ന അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്, അതിന്റെ കോസ്റ്റ്, അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റിനെ എന്താ പറയാ, അത് കമ്പയർ ചെയ്യുന്നതിന് മാർജിനൽ അനാലിസിസ് തന്നെ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഒപ്റ്റിമൈസിങ് റിസോഴ്സ് അലോക്കേഷൻ ബൈ ഫോക്കസിങ് ഇൻക്രിമെന്റൽ ചേഞ്ച്. ഒരു ചേഞ്ച് വരുമ്പോൾ റിസോഴ്സ് അലോക്കേഷനിലെ ഒപ്റ്റിമൈസേഷൻ ആണ് എന്ത് ഇതിൽ വരുന്നത്. ഇന്റർനാഷണൽ സ്പെഷ്യലൈസേഷൻ. ഇന്റർനാഷണൽ സ്പെഷ്യലൈസേഷൻ ഓഫ് കേസ് കൺട്രി ഫോക്കസ് ഓൺ പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ദേ ക്യാൻ മേക്ക് മോസ്റ്റ് എഫിഷ്യൻലി. ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഗുഡ്സ് നമ്മൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുക. ദിസ് ലീഡ്സ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി, ബെറ്റർ റിസോഴ്സ് യൂസ് ആൻഡ് മ്യൂച്വൽ ഗെയിൻ ഫ്രം ട്രേഡ്. ഇതിലൂടെ ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ കഴിയും, ബെറ്റർ റിസോഴ്സ് യൂസ് ചെയ്യാൻ കഴിയും, മ്യൂച്വൽ ഗെയിൻ ഫ്രം ട്രേഡ്. ഈ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് സാധ്യമാണ്. ഇതോടു കൂടി മൂന്നാമത്തെ മൊഡ്യൂൾ അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഫോർത്ത് മൊഡ്യൂളാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.